ഹലോ വെൽക്കം ബാക്ക് ടു പ്രദീപ്സ് HotchPotch വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നതും കുറേ നാളായിട്ടാണ് എൻ്റെ ഈ തേർഡ് പാർട്ട് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഇത് ഒന്ന് എഡിറ്റ് ചെയ്ത് റെഡിയാക്കാൻ ഇച്ചിരി സമയമെടുത്തു. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ പറച്ചിൽ. അപ്പം നമുക്ക് തേർഡ് പാർട്ടിലേക്ക് കയറാം. ആൻഡ് ദിസ് ദ ലാസ്റ്റ് വേർഷൻ. ആൻഡ് ഇതിനെ നിങ്ങൾ ലാസ്റ്റ് വരെയും കാണണം. എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഈ മോട്ടോർ ഹോമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വാക്ക് ത്രൂ ഇതിലൂടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അപ്പം നമ്മുടെ പാർട്ട് 3 ഒരു ട്രാവൽ പെട്ടെന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെഹിക്കിളിൻ്റെ ഒരു റിവ്യൂയോട് കൂടി മോട്ടോർ ഹോം ട്രിപ്പിൻ്റെ കലാശക്കൊട്ടാണ്. ഓക്കെ, പാർട്ട് 1ഉം പാർട്ട് 2യിലുള്ള മാതിരി സെയിം വി അതിമനോഹരമായ ദൃശ്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പം തോസു എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അവിടുന്ന് പുറപ്പെട്ടു. ഇപ്പം അടുത്തത് നമ്മൾ ഉള്ളാപ്പോൾ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഉള്ളാപ്പോലാണോ എന്താണെന്ന് അറിയത്തില്ല. ഇത് ഉള്ളാപ്പോളിലേക്ക് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഒരു 3 മണിക്കൂർ ജേർണിയുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇതിൻ്റെ അകത്ത് കണ്ടതുമാതിരി തന്നെ ബ്യൂട്ടിഫുള്ളായ ലൊക്കേഷൻസാണ് എല്ലാ സ്ഥലത്തും. എവിടെയൊക്കെ ബീച്ച് കാണുന്നോ, എവിടെയൊക്കെ വണ്ടി നിർത്താനുള്ളൊരു ചാൻസ് ഉണ്ടോ അവിടെ നിർത്തുന്നു. ഡ്രോൺ പറപ്പിക്കുന്നു. വളരെ അതിമനോഹരമായ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നു. ഡ്രോണും പറപ്പിച്ചുകൊണ്ട് കുറേ സമയം വേസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ തെറി പറയുന്നു, ഒന്ന് വാടാ മതിയുടെ ഡ്രോൺ പറപ്പിച്ചാണ്. പക്ഷേ നിങ്ങളെയൊക്കെ എനിക്കിത് കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈം എടുത്തെല്ലാം ഡ്രോൺ ഫുട്ടേജ് ഇല്ലാണ്ട് ഞാൻ പോകുമോ? അപ്പം ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ആൻഡ് ഈ ട്രിപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ഡ്രോൺ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തന രീതികളൊന്നും എനിക്ക് അത്ര ഒരു വശമായിട്ട് വന്നിട്ടില്ല. മാനുവലൊന്നും വായിച്ചിട്ടേ ഇല്ല. ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചുള്ള പറപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു പേടിയാണ്, ഇത് നേരെ തിരിച്ചു വരുമോ, ലാൻഡ് ആകുമോ, കറക്റ്റ് സ്ഥലത്ത് നിൽക്കുമോ, ഇടത്തേക്ക് പോകുമോ വലത്തേക്ക് പോകുമോ എന്നൊക്കെ. ഞാൻ ഈ ഡ്രോണിനെ കുറിച്ച് ഒരു അൺബോക്സിങ്ങിൻ്റെ ഒരു റിവ്യൂ വീഡിയോ, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അത് ഡ്രോണിനെ കുറിച്ചുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെയാണ് പിന്നെ ഇവിടുത്തെ ആ ഒരു സീനറി. ഇവിടേക്കെന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ. ഈ അരുവിയിലൊക്കെയുള്ള വെള്ളം എന്ന് പറയുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ആൻഡ് നല്ല തണുത്ത വെള്ളം. അവിടെയൊക്കെ സൈഡിൽ നിർത്തി മുഖത്തേക്ക് ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഒഴുകുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് സൈറ്റ്. നമ്മൾ മലയുടെ മുകളിലാണ്, അങ്ങോട്ട് ഇറങ്ങി താഴേക്ക് വരണം. ആൻഡ് ഇതൊരു അടിപൊളി ക്യാമ്പിംഗ് സൈറ്റാണ്. നിങ്ങൾ ഈ സൈഡിലേക്ക് NC500 പോകുമ്പോൾ ഇവിടെ എന്തായാലും നിൽക്കണം. അഡ്മിയർ പോയിൻറ്റ് ഹോളിഡേ പാർക്ക് എന്ന് പറഞ്ഞ് അഡ്വാൻസ് ബുക്ക് ചെയ്യണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കിട്ടാൻ, അന്ന് ഹോളിഡേ സീസണിൻ്റെ സമയത്തൊക്കെ. ഞങ്ങളിവിടെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു നമ്മുടെ പിച്ചിൽ. അടുത്തത് രാത്രിക്കത്തുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് അവർ വരുന്നു. മീൻവൈൽ സെയിം സ്റ്റോറി, ഞങ്ങൾ ഡ്രോൺ പറപ്പിക്കാൻ തുടങ്ങി. ഇവിടുത്തെ ഡ്രോണാണ് എനിക്ക് ഈ മൊത്തത്തെ ട്രിപ്പിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫൂട്ടേജ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്. സൂര്യൻ അവിടെ നിന്ന് അസ്തമിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു. എന്നാലും ഞങ്ങളുള്ളിടത്ത് ഇപ്പം തണലുണ്ടെങ്കിലും ആ ഹില്ലിൻ്റെ മുകളിൽ ഒരു കോൺട്രാസ്റ്റ് കളറിങ് കണ്ടല്ലേ സൺസെറ്റ് ആകുന്നതിൻ്റെ അടിപൊളി വ്യൂ ആണ്. ആൻഡ് ഈ ലൊക്കേഷൻ ആണെങ്കിൽ പോലും ഒരു ചെറിയൊരു ഐലൻഡ് മാതിരിയാണ്. ഇങ്ങനെ ചുറ്റും ബീച്ച്, ഇങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ അടിപൊളി വെള്ളവും നല്ല തണുത്ത കാറ്റും. അതൊരു ബീച്ചാണ്, അവിടെ കാണുന്നൊരു കുഞ്ഞ് ബീച്ചാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ ബോട്ടിൽ നമുക്ക് ഇങ്ങനെ റോ ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങളുടെ റോ ചെയ്യാൻ പറ്റിയ ജംഗമവസ്തുക്കളൊന്നും ഇല്ലാത്തതിനാലും നീന്തൽ അറിയാത്തത് കൊണ്ടും അതിനുള്ള പരിശ്രമത്തിന് ഞങ്ങൾ ഇറങ്ങിയില്ല. ഈ കാണുന്നതുണ്ടല്ലോ, ഇത് സാൽമൺ ഫാമിംഗ് നടത്തുന്ന ഒരു സെറ്റപ്പാണിത്. ശരിക്കും പറഞ്ഞെങ്കിൽ ഈ മീനിനെ വളർത്തുന്നത് കടലിൽ തന്നെയാണ് ഈ മീനിനെ ഇവർ വളർത്തുന്നത്. പക്ഷേ അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ച് വളർത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരാൾ എന്നോട് ഇത് പറഞ്ഞതാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ചുറ്റും ചെറിയ ഐലൻഡ് മാതിരിയൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ കുറേ പേരൊക്കെ ഇങ്ങനെ തുഴഞ്ഞൊക്കെ അവരുടെ ചെറിയ ഈ പ്ലാസ്റ്റിക് ബോട്ട്, ഫൈബർ ബോട്ട് ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഇങ്ങനെ തുഴഞ്ഞ് പോകുന്നവരൊക്കെ കുറേ പേരൊക്കെ ഉണ്ട്. നല്ല രസമാണ്. അടിപൊളി ബീച്ച് എന്ന് പറഞ്ഞ് അടിപൊളി ബീച്ച്. ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കാനും ഈവനിങ് വാക്കിങ്ങിന് പോകാനൊക്കെ ഒരു അടിപൊളി ഇതായിരുന്നു. ഇവർ പിന്നെ ഇവരുടെ ബാല്യകാലത്തേക്ക് സ്റ്റെബും അല്ലിനും പതുക്കെ ഇവരുടെ ബാല്യകാലത്തേക്ക് പോയി കല്ലിനെ എങ്ങനെ സ്പിൻ ചെയ്യാം എന്നുള്ളത് ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്പിൻ ചെയ്തത് ഞാൻ എറിഞ്ഞ കല്ലായിരുന്നു എന്ന് ഞാൻ എത്ര വാദിച്ചോ അവർ സമ്മതിച്ചില്ല. പക്ഷെ അതായിരുന്നു സത്യം. ഇതിലേക്കിടെ നടക്കാനുള്ളൊരിത് നാട്ടിപ്പൊളിയായിരുന്നു. ആൻഡ് ഇത് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് കൊണ്ടുവന്ന പാൽക്കുപ്പികളെല്ലാം തീർത്തേച്ച് Day 4 തുടങ്ങി. Day 4 മെബിയാണ് വണ്ടി ഓടിച്ചു തുടങ്ങിയത്. കാർ ഓടിച്ചുകൊണ്ടിരുന്ന മെബി പെട്ടെന്ന് മീൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. 1 കിലോമീറ്റർ ഓടിച്ചപ്പോഴത്തെ മെബി സുള്ളിട്ടു.
അപ്പം നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇപ്പം ഇനി നമ്മളിത് കാണാം, എലിസബത്ത് ഈ ചാടി കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോൾസ് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊരു ഒരു 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 താഴ്ന്ന സ്ഥലമാണ്, ശരിക്കും ഒരു പാതാളം എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ ഫോൾസ് ഉള്ളത്. ആൻഡ് ദിസ് ഫോൾസ് ഈസ് ഫോൾസ് ഓഫ് മിസാക്ക് എന്നാണ് തോന്നുന്നു, മിസാക്ക്. അങ്ങനെ ഞങ്ങൾ ആ ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പതുക്കെ നടന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. യാദർശികമായിട്ട് ചെറുപ്പത്തിൽ മലയാളികളെയൊക്കെ ഞങ്ങളിവിടെ കണ്ടായിരുന്നു. അവരിങ്ങോട്ട് കയറി കണ്ടേച്ച് തിരിച്ചു വരുമായിരുന്നു. ഇച്ചിരി നടക്കാനുണ്ട്, നിയർലി 1.5 കിലോമീറ്റർ താഴേക്ക് നമ്മൾ നടന്നു പോകണം. വണ്ടിയൊന്നും പോകത്തില്ല, നടന്ന് തന്നെ പോകേണ്ട ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആരുടെയാണെങ്കിലും കാൽമുട്ടുകൾ കൂട്ടിമുട്ടാൻ സകല സാധ്യതകളുമുണ്ട്. ശരിക്കും പാതാളം എന്ന് പറഞ്ഞാൽ പാതാളം തന്നെ. നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും എന്തൊരു ഹൈറ്റിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ബ്രിഡ്ജ്. അതിൽ നിന്ന് താഴേക്ക് ആ വാട്ടർഫോൾ നിങ്ങൾ നോക്കൂ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡീപ്പാണ്. നമുക്ക് താഴത്തേക്ക് എത്തത്തില്ല, നമ്മുടെ നോട്ടം അവിടം വരെ എത്തത്തില്ല. ഇതിൻ്റെ മുകളിലും ഞാനൊന്ന് ഡ്രോൺ പറപ്പിച്ചു. ശരിക്കും പറഞ്ഞെങ്കിൽ ഡ്രോൺ പറപ്പിക്കുമ്പോൾ ഡ്രോൺ പോകുമോ എന്നുള്ള, താഴേക്ക് മുകളിലേക്ക് വരുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അവിടെ നിൽക്കാനും പേടിയുണ്ടായിരുന്നു. എന്തായാലും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക്. ആൻഡ് ഇതിൻ്റെ മുകളിലേക്ക് 6 പേർക്ക് അറ്റ് എ ടൈം നിൽക്കാനുള്ള പെർമിഷനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഹൈറ്റ് ഫോബിയ ഒക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്കത്ര ഇല്ല. എന്നിരുന്നാൽ പോലും എനിക്ക് ശരിക്കും പേടി തോന്നുന്നുണ്ട്. അത് ഭയങ്കര ഹൈറ്റായിരുന്നു. നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു പേടിയായിരുന്നു. എന്നിരുന്നിട്ടും ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ അവിടെ നിന്നുകൊണ്ടൊന്ന് എനിക്കങ്ങ് ആ വാട്ടർഫോളിൻ്റെ താഴെ വരെയും ഡ്രോണിനെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പേടിയായിരുന്നു. എന്നാന്ന് പറഞ്ഞെങ്കിൽ എന്തേലും കാരണവശാൽ എവിടെയെങ്കിലും തട്ടി മുട്ടി താഴേക്ക് വേണമെങ്കിൽ പിന്നെ ആ ഡ്രോണിൻ്റെ കഥ ഖുദാഫീസ്, പിന്നെ അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല, അത് അവിടെ മറക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി താത്തി കഴിയുമ്പോൾ പിന്നെ എനിക്ക് പേടിയായി. ഉപയോഗിച്ച് ശരിക്കും തുടങ്ങിയില്ല, ഒരു 3 ദിവസമേ ആയുള്ളൂ ഉപയോഗിച്ച്. അപ്പം തന്നെ കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ അവിടുത്തെ ഡ്രോൺ പറപ്പിക്കുന്ന നിർത്തിച്ച് പതുക്കെ പൊക്കിയെടുത്തു. ഇതിൻ്റെ അകത്തൊരു ഡ്രോൺ പൈലറ്റിങ്ങിൻ്റെ അകത്തൊരു എക്സ്പേർട്ട് ആയതിന് ശേഷം വേണം ഇനി എപ്പോഴേലും ഇവിടെ വന്നേച്ചൊന്ന് ഇതൊരു ഫൂട്ടേജ് അടിപൊളിയായിട്ട് എടുക്കാൻ. ഞാൻ കുറേ യൂട്യൂബിൻ്റെ അകത്തൊക്കെ തപ്പി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഡ്രോൺ ഇങ്ങനെ താത്തി പറപ്പിച്ചിട്ടുണ്ടോന്ന്. തീരെ കുറവാണ്, ആരുടെയും ഞാൻ അങ്ങനെ കണ്ടില്ല ഇൻ ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ ഇങ്ങനെ ഇതിലൊക്കെ പറപ്പിക്കണ അടിപൊളി വ്യൂ ആയിരിക്കും. പക്ഷേ ഇതിലൊക്കെ ഡ്രോൺ പറപ്പിച്ചാലുള്ളത്. ഇതാണ് ഞാൻ മാക്സിമം താഴേക്ക് പോയത്. ഇത് ആക്ച്വലി ഈ വാട്ടർഫോളിൻ്റെ ഫസ്റ്റ് ലെവലാണ്. ഇവിടുന്ന് താഴേക്കാണ് പിന്നെ വലിയ വാട്ടർഫോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള ധൈര്യം എന്നെ അനുവദിച്ചില്ല, അതിനുള്ള ധൈര്യമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് യാത്ര ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തു. അവിടുന്ന് ഈ വാട്ടർഫോളിൻ്റെ അവിടുന്ന് തിരിച്ച് കയറി വരാൻ അങ്ങോട്ടുള്ള ആ വഴിയൊക്കെ അടിപൊളിയാണ്. നല്ല സീനറീസൊക്കെ ഉള്ള നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കിംഗ് റൂട്ടാണ് അതിലൂടെ. നല്ല ബ്ലൂ ബെൽസും ഹരിതവർണ്ണ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ തിരിച്ച് വണ്ടിയിൽ കയറി. അപ്പം മൊത്തത്തിൽ ഇതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും മോട്ടോഹോമിൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഒരു വോത്ത്ഫുൾ ട്രിപ്പായിട്ട് തന്നെ തോന്നി. അപ്പം ഇനിയൊരു വീഡിയോയുമായിട്ട് ഇനിയൊരു ദിവസം ഞങ്ങളെല്ലാവരും ഇനിയൊരു ട്രിപ്പോടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴും തീർച്ചയായിട്ടും നമുക്ക് വ്ളോഗിങ് ചെയ്യാം. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഈ വണ്ടിയിൽ, അതായത് ഈ മോട്ടോഹോമിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു ഓവർവ്യൂ, പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കണ്ടവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. അല്ലെങ്കിൽ ഇതൊരു ഇച്ചിരിയുടെ ഡീറ്റെയിൽഡായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ അകത്തേക്ക് കയറാം. ആൻഡ് മെയിൻ ഡോറിൽ തന്നെ നമുക്ക് ഒരു ഷൂസ് വെക്കാനുള്ള ഒരു ചെറിയൊരു ഷൂ റാക്കൊക്കെ ഉണ്ട്. ഒരു 4-5 ഷൂസൊക്കെ വെക്കാം. പിന്നെ കയറുന്ന നമ്മൾ ഫസ്റ്റ് ഒരു ലിവിങ് റൂം അല്ല പാസഞ്ചർ സീറ്റ്സ് ഉള്ള അങ്ങോട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി. ഏത് വീടിൻ്റെ അകത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് കിച്ചണാണ്. അപ്പം ഇത് വളരെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ചെറുതാണെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ചെറിയൊരു കിച്ചൺ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് വൺ. ഇതിൻ്റെ ഹോബ് അത് ഗ്യാസ് ഹോബാണ്. ഗ്യാസിൽ വർക്ക് ആകുന്ന 3 ഹോബ്സ് ഉണ്ട്. ഒരെണ്ണം വലിയതും പിന്നെ 2 മീഡിയം സൈസിലുള്ളതും. ശരിക്കും നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ഹോബ്സാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഗ്രില്ലും ഉണ്ട്. ഗ്രില്ലെന്ന് പറഞ്ഞെങ്കിൽ ഓവൻ കം ഗ്രില്ലാണ്. നമുക്ക് ഗ്രില്ലായിട്ട് യൂസ് ചെയ്യാം ആൻഡ് ഓവൻസായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അതും ഗ്യാസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്.
ഇതാണ് ഇതിൻ്റെ കിച്ചൺ ടാപ്പ്. നമുക്ക് ആവശ്യത്തിനുള്ള ക്ലീനിങ് പ്രോസസ്സിനും കിച്ചണിലേക്കുള്ള വെള്ളം എടുക്കാനുള്ള എല്ലാം, പിന്നെ ചെറുതായിട്ട് അത്യാവശ്യ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെയാണ് കിച്ചൺ കബോർഡ്, നമ്മുടെ കിച്ചൺ യൂട്ടൻസിൽസ് എല്ലാം വെക്കാനുള്ള ഒരു ചെറിയ സൗകര്യങ്ങളും അതും ഇതുമൊക്കെ ഉണ്ട്. ഈവൻ നമുക്കിവിടെ ഫയർ അലാറമും ഉണ്ട്. ഫയർ അലാറം സെറ്റ് ചെയ്ത്, അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ നമ്മളറിയാതെ എന്തെങ്കിലും ഇതായെങ്കിലും നല്ലപോലെ സൗണ്ട് വെച്ച് നല്ല ഒച്ചമ്പുകളൊക്കെ വെക്കും. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് കബോർഡ്. ഇവിടെ നമുക്ക് ഈ ഗ്ലാസും പാത്രവും അങ്ങനത്തേതെല്ലാം ഓൾറെഡി ഈ വണ്ടിക്കകത്ത് തന്നെ ഉള്ളതാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് ശരിക്കും പറഞ്ഞെങ്കിൽ, പക്ഷേ BPA ഫ്രീ ആണെന്ന് അവർ പറഞ്ഞത്. എന്നിരുന്നാലും ഇതല്ലാണ്ട് നമുക്ക് ഗ്ലാസിൻ്റെ ഇതൊന്നും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വണ്ടി ഓൺ റണ്ണ് തീർച്ചയായിട്ടും ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഒരു കിച്ചൺ ഡ്രോയറാണ്. ഇവിടെ നമുക്ക് കട്ട്ലറീസും പിന്നെ എന്നതാണ് ബാക്കി കിച്ചൺ ടൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ വണ്ടിക്കകത്ത് തന്നെ അവർ നമുക്ക് തരുന്നതാണ്. ഞങ്ങളൊന്നും കൊണ്ടുപോയതൊന്നുമല്ല. ഈവൻ കട്ടിംഗ് ബോർഡ് ആയിക്കോട്ടെ, കിച്ചൺ ഫോയിൽ ആയിക്കോട്ടെ, ഈ എല്ലാ സാധനങ്ങളും അവർ തന്നെ തന്നതാണ്. നമ്മൾ ചുമ്മാ ബന്ധുവീട്ടിൽ വരുന്ന മാതിരി വന്നാൽ മതി, വേറെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഫ്രിഡ്ജ്. ശരിക്കും പറയാൻ നല്ല അത്യാവശ്യം വലിയൊരു ഫ്രിഡ്ജ് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രീസർ. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ എന്നതാണ് ബാക്കി സാധനങ്ങളും അങ്ങനെ താഴെ ഇതിൻ്റെ വേറൊരു സെപ്പറേറ്റ് ട്രേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് പച്ചക്കറികളും ഈവൻ ബോട്ടിൽസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റാക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൺ ദ റൺ പൊട്ടുവോ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇനി വീടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യമാണ് ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം. വളരെ കുഞ്ഞു ടോയ്ലറ്റാണ്, കുഞ്ഞു ബാത്റൂമാണ്, പക്ഷെ യൂസബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. കുഞ്ഞൊരു ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കുന്നു. ഞാനും ആദ്യം അതാ വിചാരിക്കും. ഇത് ടിൽട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കേട്ടിട്ടില്ലേ, ഇങ്ങനെ തിരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ ചെരിഞ്ഞാൽ മതി. അന്നേരത്തേനും സംഭവം സുഖമായിട്ട് ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ആൻഡ് ഈ ടോയ്ലറ്റിൻ്റെ ക്ലീനിങ് പ്രോസസ്സും എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡംപ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെയുള്ള ഞാൻ പാർട്ട് 2 അകത്ത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും പറയുന്നില്ല. ഇതൊരു കുഞ്ഞു വാഷ് ബേസിൻ, നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പല്ല് തേക്കാൻ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്തും ഒരു ബാത്റൂം കബോർഡോ ഇതൊക്കെയുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. എഗെയിൻ വളരെ കുഞ്ഞതാണ്, പക്ഷേ നമുക്ക് കുളിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. എഗെയിൻ സൈസ് മാറ്റേഴ്സ്. ഭയങ്കര വലിയൊരാൾക്കൊന്നും കുളിക്കാൻ പറ്റത്തില്ല, പക്ഷേ അതൊരു മീഡിയം നോർമൽ ആൾക്കാർക്ക് തീർച്ചയായിട്ടും കുളിക്കാൻ പറ്റുന്ന എല്ലാ ഇതുണ്ട്. നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് കുളിക്കാം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈവൻ ഇതിൻ്റെ ഷവറാണെങ്കിലും നല്ലപോലെ ഫങ്ഷനിലാണ്. അതുകൊണ്ട് മാത്രമല്ല നമുക്കിങ്ങനെ ഡോറൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ, അതുകൊണ്ട് വെള്ളം പുറത്തേക്ക് പോകുമോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര ലാവിഷായിട്ട് കുളിച്ചില്ലെങ്കിലും ഒരു ചെറിയൊരു കുളി പാസ്സാക്കാം. നെക്സ്റ്റ് വൺ വീടിൻ്റെ ആവശ്യം ബെഡ്റൂമാണ്. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 3 ബെഡ്സ് ഉണ്ട്. ഒരു കിങ് സൈസ് ബെഡും 2 ഡബിൾ സൈസ് ബെഡും. നല്ല സൗകര്യമുള്ള അത്യാവശ്യം വലിയ ബെഡ് തന്നെയാണ്. സുഖമായിട്ടൊരു 5-6 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡാണ്. ഇതൊരു ബങ്കർ ബെഡാണ്. ഇതിലേക്ക് നമുക്ക് കയറി പോകാനുള്ള ലാഡറും ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ ഒരു ഫ്ലോർ ബെഡും. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഒരു 2 അഡൾട്ട്സിനും 2 പിള്ളേർക്കും സുഖമായിട്ട് കിടക്കാനുള്ള സ്ഥലവും മുകളിൽ അതിൻ്റെ റാക്കും എന്തെങ്കിലും നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുമാത്രമല്ല ഇതിന് നല്ല വെൻറ്റിലേഷനും ഇതൊക്കെ ഉണ്ട്. ഇവിടെ മുകളിലാണെങ്കിലും നമുക്ക് റൂഫിൽ നിന്നാണെങ്കിലും ഒരു വിൻഡോ ഓപ്പൺ ഉണ്ട്. സൈഡിലും ഒരു വിൻഡോ ഉണ്ട്. അതിനെയൊക്കെ ഓപ്പൺ ചെയ്യാനും ഓപ്പൺ എയർ എടുക്കാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും ഓപ്പൺ എയർ എടുക്കാൻ വേണ്ടിയിട്ട് വിൻഡോസൊക്കെ തുറന്ന് സുഖമായിട്ട് കിടക്കാവുന്നതാണ്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് ഇതിനൊരു നെറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ നെറ്റിനെ നമുക്ക് ഹുക്ക് ചെയ്യുവാണെങ്കിൽ ഈവൻ പിള്ളേരൊക്കെ ആണെങ്കിൽ പോലും താഴേക്ക് വീഴാതെയോ അങ്ങനെയൊക്കെ ഒരു സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ കിടക്കുന്നതിനും ഒരു പേടിയും ഒരു നമുക്ക് രാത്രിയിൽ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല സുഖമായിട്ട് പിള്ളേരോടൊപ്പം കിടക്കാൻ പറ്റുന്നതാണ്. ഇതാണ് താഴത്തെ ഇതിൻ്റെ ബെഡ്. ഇവിടെ ശരിക്കും ഒരു രണ്ട് പേർക്കും വേണമെങ്കിൽ ഒരു കൊച്ചിനും കിടക്കാവുന്ന സൗകര്യമുണ്ട്. നല്ല ബെഡ് തന്നെ, ഡബിൾ സൈസ് ബെഡാണ് ഇത്. ആക്ച്വലി ഡബിൾ ബെഡാണ്. ആൻഡ് ഇതിൻ്റെ താഴെയാണ് ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ളത്. അതായത് നമ്മൾ എല്ലാ സാധനങ്ങളും ഞാൻ ആദ്യം ഫസ്റ്റ് വണ്ണിൽ കാണിച്ചായിരുന്നു. ഈ ഭാഗത്താണ് നമ്മുടെ എല്ലാ ലഗേജുകളും ഞങ്ങൾ സ്റ്റോർ ചെയ്തത്. അത്യാവശ്യം ഇഷ്ടംപോലെ ബാഗുകൾ വെക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഈ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റിലുണ്ട്. അതായത് ഈ ബെഡിൻ്റെ താഴെയുണ്ട്. ആൻഡ് ഇതിനെ നമുക്ക് 2 സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേ സൈഡിൽ നിന്നും നമുക്ക് ഇതേ സെയിം ടൈപ്പിലുള്ള ഡോറുണ്ട്. അതായത് സ്റ്റോറേജ് സ്പേസിലേക്ക് ആക്സസ് ഉള്ള ഡോറുണ്ട്. അതുമാത്രമല്ല ഈ 2 ഡോറിനെ ഇങ്ങനെ തുറന്നിട്ടേച്ച് ഇവിടെ കിടന്നാലുണ്ടല്ലോ നല്ല സുഖമാണ്. അതായത് ഏതെങ്കിലും ഒരു ഹിൽ ഏരിയ
ഏരിയയിലാണ് നമ്മൾ ഈ 2 ഡോറും അപ്പുറത്തേയും ഡോർ ഇങ്ങനെ തുറന്ന് ഇവിടെ കിടക്കുവാണെങ്കിൽ ഇതിൻ്റെ നടുക്കോടെ ഇതിൻ്റെ ഈ പാസേജ് കിടന്ന് നല്ലൊരു കാറ്റിങ്ങനെ അങ്ങ് പാസ്സാകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അടിപൊളിയാണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഈ സെൻട്രൽ കൺസോൾ യൂണിറ്റ്. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ 2 കൺസോളിൽ നിന്നാണ്. അതായത് ഇതിൻ്റെ ലൈറ്റും ഇതിൻ്റെ ഹീറ്റിംഗ് ഇതും വെള്ളത്തിൻ്റെ ഇതും ഗ്യാസ് എടുക്കണോ അതോ പവർ മോഡ് എടുക്കണോ എന്തൊക്കെ എടുക്കണോ എന്നുള്ളത് എല്ലാ സാധനങ്ങളും എല്ലാം ബേസിക്കലി ഈ കംപ്ലീറ്റ് വീടിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ യൂണിറ്റാണ് ഈ 2 എണ്ണവും. അപ്പം ഇതിനെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് വേറെ തകരാറുകളൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് വെച്ചാൽ അവിടെ നമുക്ക് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ. ഇവിടെ നല്ല സുഖമായിട്ട് 4 പേർക്ക് ഇരുന്ന് ഒരു ഡിന്നർ കഴിക്കാനുള്ള സൗകര്യം, ഈവൻ വർക്ക് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ലാപ്ടോപ്പ് വയ്ക്കാനുള്ള ഇതെല്ലാം അതിനുള്ള സൗകര്യങ്ങളായിക്കോട്ടെ. ഈവൻ ഇതെല്ലാം തന്നെ സീറ്റ് ബെൽറ്റാണ്. സോ ഓൺ ദ റൺ ഇത് എപ്പോഴാണ് റോഡിൽ കൂടെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുകയും ചെയ്യാം. 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. 2 പേർക്ക് അവിടെ ഡ്രൈവർ, അപ്പോൾ 6 പേർക്ക്, അത് 6 പേരുടെ വണ്ടിയാണ്. അപ്പോൾ 6 പേർക്ക് സുഖമായിട്ട് സീറ്റ് ബെൽറ്റ് വിത്ത് സേഫ്റ്റിയോടെ പോകാൻ പറ്റുന്നു. ഈവൻ ചൈൽഡ് സീറ്റ് ഉണ്ടെങ്കിൽ ചൈൽഡ് സീറ്റിന് ഇതിൻ്റെ അകത്ത് ലോക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഈവൻ വിൻഡോയ്ക്കാണെങ്കിലും കർട്ടനും ഈവൻ വിൻഡോ ബ്ലൈൻഡ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് യാത്രയില്ല, വെയിലൊക്കെ ഉള്ളപ്പം നമുക്ക് വെട്ടമൊന്നും അടിക്കാത്ത മാതിരി പോകാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല വിൻഡോയാണ്. ഇത് ഡൈനിങ്ങിൻ്റെ മുകളിലുള്ള കബോർഡ്സാണ്. 3 വലിയ കബോർഡ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും, നമ്മുടെ തുണിയോ ഇല്ല ബാക്കി സാധനങ്ങളോ ടോയ്സോ അങ്ങനെ പിള്ളേരുടെ സാധനങ്ങളോ ഇതെല്ലാം വെക്കാൻ പറ്റുന്ന ഒരു വലിയ 3 കബോർഡ്സാണ്. അത്യാവശ്യം ഒരു 6 ദിവസത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ ഇവിടെയും ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈവൻ നമ്മുടെ ജാക്കറ്റ്സോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം തൂക്കിയിടാം. ഇവന് ബെഡ്ഷീറ്റും കാര്യങ്ങളോ ഇതെല്ലാം വെക്കാനുള്ളത്. നമ്മുടെ എല്ലാ ഭക്ഷണ സാധനങ്ങളും അതായത് പാക്ഡ് ഫുഡ്സ് എല്ലാം ഞങ്ങൾ ഇവിടെയായിരുന്നു സ്റ്റോർ ചെയ്തിരുന്നത്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇതിന് താഴെയും ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ ചൂലും കോരിയും അതായത് ക്ലീനിങ് എക്വിപ്മെൻറ്റ്സ് എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കോമ്പാക്റ്റ് ഏരിയയാണ്. ആൻഡ് ഇതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ബെഡ്. ആക്ച്വലി ഇത് കിങ് സൈസും അല്ല, അതിലും ഇച്ചിരി വലുത് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ മോള് ഭാഗത്തായിട്ട് വരുന്ന ഒരു ആൽക്കോവ് എന്ന് പറഞ്ഞൊരു ഇതാണ് ഈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. എനിക്ക് തോന്നുന്നു 4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നൊരു സൗകര്യമുണ്ട്. ഇതിനും ഇങ്ങനെ ലാഡറും കയറി പോകാനും ഈവൻ അവിടെയും നെറ്റുണ്ട്. നമ്മൾ താഴേക്ക് വീഴാതിരിക്കാനും അങ്ങനെയുള്ള അതിന് നെറ്റ് പരിപാടികളെല്ലാം അവിടെയുണ്ട്. നമുക്ക് ഹുക്ക് ചെയ്തിടാം, നെറ്റിനെ അവിടെ ഹുക്ക് ചെയ്തിടാം. അങ്ങനെ ഒരു വലിയൊരു സ്പേസാണ്. പിള്ളേർ ഫുൾ ടൈം അവിടെയായിരുന്നു. ആൻഡ് ഇതാണ് ഇതിൻ്റെ ക്യാബിൻ, ഡ്രൈവർ ഡ്രൈവറിൻ്റെ ക്യാബിൻ ഇവിടെയാണ്. ഇത് ഫിയറ്റിൻ്റെ വണ്ടിയാണ്. വണ്ടി നമുക്ക് ഭയങ്കര ഇതൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു നോർമൽ വണ്ടിയാണ്. അതിൻ്റെ ഒരു പെർഫോമൻസോ ഇങ്ങനെയൊന്നും അതിനെക്കുറിച്ചൊന്നും പുകഴ്ത്താനും നോർമൽ വണ്ടി അങ്ങനെയുള്ള ഇതും. ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള നേരവേ കിട്ടിയില്ലത്, അതെങ്ങനെയാണെന്ന് പോലും അറിഞ്ഞില്ല. ഇത് വരുന്ന വഴി കൗതുകരമായിട്ട് കണ്ടൊരു റെസ്റ്റോറൻറ്റാണ്. ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റാണ്. അതായത് എക്സ്പ്രസ് ഹൈവേയുടെ മുകളിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ഇതിൻ്റെ താഴെക്കട, ഈ റെസ്റ്റോറൻറ്റിൻ്റെ താഴെക്കടയാണ് വണ്ടികളിങ്ങനെ പറന്ന് ചീറിപ്പാഞ്ഞ് പോകുന്നത്. കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളുടെ ആ മോട്ടോർ ഹോം ട്രിപ്പ് കഴിഞ്ഞു. ആൻഡ് വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും കുറേ താങ്ക്സ്. ഇനിയൊരു വീഡിയോയുമായിട്ട് ഇനിയൊരു ദിവസം. താങ്ക് യു സോ മച്ച്.